ഉയിരിലലിയാൻ. രചന സംഭാഷണം രുദ്രപ്രിയ. നമ്മളിവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാര്യം അഞ്ജലി എങ്ങനെ അറിഞ്ഞു? കുറച്ചു നേരം ആലോചിച്ചിട്ടും വിശ്വത്തിന് യാതൊരു പിടിയും കിട്ടിയില്ല. എന്തായാലും അറിഞ്ഞ വിവരം കാശിയോട് വിളിച്ച് പറയണം. അപ്പോൾ തന്നെ വിശ്വം കാശിയെ വിളിച്ചു വിവരങ്ങൾ അറിയിച്ചു. അവളുടെ സംസാരം കേട്ടിട്ട് 6 മാസം പോയിട്ട് ഇനി 6 ദിവസം പോലും അവിടെ തികച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയും അമേരിക്കയിൽ നിന്നും ചാടി ബാംഗ്ലൂർ എത്താനേ നോക്കുകയുള്ളൂ. നമ്മുടെ സ്റ്റാർട്ടപ്പിൽ എത്തിച്ചേരണമെന്ന് തന്നെയാണ് അവളുടെ മുഖ്യ ഉദ്ദേശം. പക്ഷേ ഇനി വേണ്ട വിശ്വം, ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് അവളെ കൂടെ നിർത്തുന്നത് പന്തിയല്ല. അവളുടെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുക എന്ന് വെച്ചാൽ റിസ്ക് ആണ്. കാശി പറയുമ്പോൾ വിശ്വത്തിൻ്റെ അഭിപ്രായവും മറിച്ചല്ലായിരുന്നു. കൺമണിയുടെ പനി പിന്നെയും 3 ദിവസം കൂടി നീണ്ടു നിന്നു. എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയതും കാശി അവളെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം കഴിഞ്ഞേ ക്ലാസ് ആരംഭിക്കൂ. സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ് തുടങ്ങുമ്പോൾ കിട്ടിത്തുടങ്ങും. അവിടെ നിന്നിറങ്ങി ബൈക്കിൽ കയറുമ്പോൾ കൺമണിക്ക് ബീച്ചിൽ പോകണം. പിന്നെ രണ്ടുപേരും ബീച്ചിൽ പോയി. ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നതറിയാമോ കടൽ കാണാൻ. അമ്മയെയും കടൽ കാണിക്കണമെന്ന് ഞാൻ എന്തോരം ആഗ്രഹിച്ചിരുന്നെന്നറിയോ കാശിയേട്ടാ. പക്ഷെ അത് നടന്നില്ല. സങ്കടത്തോടെ പറയുന്നവളെ കാശി ചേർത്ത് പിടിച്ചു. ഒരിക്കൽ അവളുടെ നോട്ട്ബുക്കിൽ അവൻ വായിച്ച കാര്യം പെട്ടെന്ന് കാശിക്ക് ഓർമ്മ വന്നു. കണ്ണേ, ഒറ്റ വിളിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൺമണി. നിക്ക് മാത്രം എന്താ കാശിയേട്ടാ ഇങ്ങനെ? ആരുമില്ലാണ്ടായിപ്പോയേ. ആര് പറഞ്ഞു എൻ്റെ കുഞ്ഞിനാരുമില്ലെന്ന്? ഞാനില്ലേ, അമ്മയില്ലേ? അമ്മ, അമ്മിണി, രാഗിണി, പിന്നെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ രാധ, ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരില്ലേ? സങ്കടപ്പെടുന്നവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ കാശിക്കും വിഷമം തോന്നി. പിന്നെയും ഏറെ നേരം അവിടെ ഇരുന്നു. കണ്ണാ, നമുക്ക് പുറത്തു നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലോ? ഒത്തിരി നേരമായില്ലേ? കുഞ്ഞിന് വിശക്കുന്നു കാശിയേട്ടാ. എന്നാലും വീട്ടിൽ പോയി കഴിക്കാം. എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി. കൊഞ്ചി പറയുന്ന പെണ്ണിനോട് കാശിക്ക് വല്ലാത്ത വാത്സല്യം കൂടി വന്നു. വീടെത്തി ബൈക്ക് നിർത്തുമ്പോൾ കൺമണി ചാടി ഇറങ്ങി. വീഴും കണ്ണേ, സൂക്ഷിച്ച്. മുറ്റത്തിരിക്കുന്ന ബൈക്ക് കണ്ടപ്പോൾ പരിചയം തോന്നി. പെട്ടെന്ന് മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കാശിയേട്ടാ, രാധ, രമേശ് ചേട്ടൻ്റെ ബൈക്കാണ്. ചാടി തുള്ളി അകത്തേക്ക് പോയി. ഹാളിൽ അമ്മയോട് സംസാരിച്ചിരിക്കുന്നു രാധ. രാധേ, കണ്ണേ. രാധ വേഗം അമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് കൺമണിയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും കുറേ നേരം കരഞ്ഞു. നീ എന്താ പെട്ടെന്ന്? ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ. ഇതിനിടയിൽ കാശി രമേശൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരുവരും പരസ്പരം കൈകൊടുത്തു. ഒരുപാട് നേരമായി വന്നിട്ടോ? കാശി രമേശിനോട് ചോദിച്ചു. ഇല്ല, ഒരു 10 മിനിറ്റ്. അല്പനേരം കൂടി നോക്കി നിങ്ങളെ കണ്ടില്ലെങ്കിൽ മടങ്ങാമെന്ന് കരുതി. ഞങ്ങളൊന്ന് പുറത്തു പോയി. 2-3 ദിവസമായി കൺമണിയെ കാണണമെന്ന് പറഞ്ഞ് രാധ ഒരേ ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് പണിയില്ലാത്തത് കൊണ്ട് ഒന്നിവിടെ വരെ വരാമെന്ന് കരുതി. നിങ്ങളെ പിന്നെ അവിടേക്ക് കണ്ടതേ ഇല്ലല്ലോ, രമേശൻ ചോദിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളുമായി അല്പം തിരക്കിലായിരുന്നു രമേശ. അമ്മ, ഞാൻ രാധയ്ക്ക് നമ്മുടെ അമ്മിണിയെയും ചാമ്പമരവും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം. കണ്ണേ, ഒരുപാട് വെയിൽ കൊള്ളണ്ട, വേഗം വന്നേക്കണം. പത്മം വിളിച്ച് പറയുമ്പോൾ രണ്ടും കൂടി പുറത്തേക്കൊരു ഓട്ടമായിരുന്നു. ആദ്യമൊക്കെ രമേശന് കാശിയോട് സംസാരിക്കാൻ വല്ലാത്ത മടിയായിരുന്നു. അത് മനസ്സിലാക്കിയ കാശി അവനോട് അങ്ങോട്ട് കാര്യങ്ങൾ തിരക്കി. രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് രാജീവൻ അവിടേക്ക് വന്നത്. കൺമണിയുടെ അമ്മയുടെ മരണത്തിന് പോയി കണ്ട പരിചയത്തിൽ രമേശനും രാജീവനും കൂടി ഇതിനോടകം കൂട്ടായിരുന്നു. കണ്ണേ, നിനക്ക് സുഖമല്ലേ പെണ്ണേ? രാധയുടെ ചോദ്യം കേട്ടപ്പോൾ കൺമണി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ കണ്ടാൽ അറിയില്ലേ രാധേ, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇവിടുത്തെ അച്ഛനും അമ്മയും കാശിയേട്ടനും പാവമാണ്. എവിടെ പോയതായിരുന്നു? എന്നെ വീണ്ടും പഠിക്കാൻ വിടുമെന്നാണ് കാശിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. PGയുടെ അഡ്മിഷൻ തുടങ്ങാൻ ഇനിയും 6 മാസം കൂടിയുണ്ട്. അതുവരെ എന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയതാണ്. നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നമുക്ക് പഴയതുപോലെ ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാം. നിനക്കറിഞ്ഞൂടെ പെണ്ണേ, അമ്മയുടെ സ്വഭാവം. എന്നെ കെട്ടിക്കുകയുമില്ല, ഇനി പഠിക്കാനും വിടില്ല. പൈസ ചിലവാകുമെന്ന് പറഞ്ഞാണ് അമ്മയ്ക്ക് വെപ്രാളം. ഒരു കണക്കിന് അതും ശരിയല്ലേ? രമേശ് ഏട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രമല്ലേ വീട് കഴിഞ്ഞു പോകുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? ഞാൻ കാശിയേട്ടനോട് പറഞ്ഞ് നിന്നെയും കമ്പ്യൂട്ടർ പഠിക്കാനായി ചേർക്കട്ടെ, നീ വരുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല കണ്ണ. ഏട്ടനും അമ്മയും സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ചേട്ടനോട് പറയുന്നത് മോശമല്ലേ? നീ അതൊക്കെ വിട്.
ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കട്ടെ. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം? കാശിയേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ് രാധേ. അത് പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ കണ്ണ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ അറിയാം. എടി, നീ മറ്റേ കാര്യം പറ. എന്ത് മറ്റേ കാര്യം? കൺമണി മനസ്സിലാകാതെ ചോദിച്ചു. അല്ല, ഫസ്റ്റ് നൈറ്റ് നിന്നെ ഞാൻ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരാടി നിന്നോട് പറഞ്ഞത് ഇത് വലിയ സുഖമാണെന്ന്? അപ്പോൾ സുഖമല്ലേ? എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഇത് ഭയങ്കര സുഖമാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്നാൽ ആ അറിവ് തെറ്റാണ്. ഇത് ഭയങ്കര വേദനയാണ് ആദ്യം. പിന്നെ ബാക്കി പറ പെണ്ണേ. പോയേ പെണ്ണേ, എന്തൊക്കെ അറിയണം അവൾക്ക്? നീ അതൊന്നും അറിയാനുള്ള പ്രായമായില്ല. അതാകുമ്പോൾ തനിയെ അറിഞ്ഞാൽ മതി. വർത്തമാനം കേട്ടപ്പോൾ രാധ കണ്ണും പിഴിച്ചു നോക്കി കൺമണിയെ. അല്ല കണ്ണാ, ഞാനും നീയും ഒരേ പ്രായമല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ രാധക്കൊച്ചേ, നീ കുഞ്ഞാണ്. എല്ലാ സമയമാകുമ്പോൾ വഴിയെ അറിഞ്ഞുകൊള്ളും. എടി സാമദ്രോഹി, എന്നാലും ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു. കൺമണി രാധയെ കളിയാക്കി ചിരിച്ചു. കൺമണി വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. PG ചെയ്യാൻ 6 മാസം ഗ്യാപ്പുണ്ട്. ആ ടൈം കമ്പ്യൂട്ടർ കോഴ്സിന് ചേർത്തു. രാധ ഇനി പഠിപ്പ് തുടരുന്നില്ലേ? വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാമല്ലോ. കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ രാധ രമേശനെ നോക്കി. PGക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന് ഇവൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരാളുടെ വരുമാനത്തിൽ എല്ലാം കൂടി പറ്റില്ല സാർ. കാശിയെ നോക്കി രമേശൻ വല്ലായ്മയോടുകൂടി പറഞ്ഞു നിർത്തി. രമേശൻ എന്നെ കാശിന്ന് വിളിച്ചാൽ മതി. പിന്നെ രാധയ്ക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊള്ളാം. ഔദാര്യമായിട്ടല്ല. എൻ്റെ കണ്ണൻ്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലേ രാധ. അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ രമേശ? കൺമണിക്ക് അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. രാധയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. ഇരുവരും പരിസരം മറന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് നോക്കി നിന്ന രാജീവനും രമേശനും കാശിയും. രമേശൻ എന്താ അഭിപ്രായമൊന്നും പറയാത്തത്? നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാനിനി മറിച്ചെന്താണ് പറയാനുള്ളത്? മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കൺമണിയുടെ ഭാഗ്യം തന്നെയാണ് ഈ കാശിനാഥൻ, രമേശൻ പറഞ്ഞു. എന്നാൽ ആ സമയം അത്രയും രാജീവൻ്റെ നോട്ടം രാധയിലായിരുന്നു. മരണം അന്വേഷിച്ച് അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത്. കുറച്ചധികം ദിവസം തുടർച്ചയായി ഇടപെട്ടപ്പോൾ തന്നെ കാന്താരിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇന്നിപ്പോൾ കൺമണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ പാവം തോന്നി രാജീവന്. കെട്ടിപ്പിടിക്കലും പൊട്ടിക്കരച്ചിലും ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, കാശി കളിയായി പറഞ്ഞു. ഞാനും അത് പറയാൻ തുടങ്ങുകയായിരുന്നു. രാജീവനിടയിൽ കയറി. വരൂ മക്കളെ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. അമ്മയും അച്ഛനും എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. പത്മത്തിൻ്റെ അടുത്ത് കൺമണി, അതിനടുത്ത് കാശി, കാശിയുടെ തൊട്ടടുത്തായി രാജീവൻ. അവരുടെ നേരെ എതിരെയാണ് അമ്മാവനും രമേശനും രാധയും ഇരുന്നത്. രാഗിണി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. 3-4 ദിവസമായി കൺമണിക്ക് പനിയായതുകൊണ്ട് തന്നെ ഭക്ഷണം ഒന്നും നേരെ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞനൊരു സദ്യയാണ് ഉണ്ടാക്കിയത്. വിഭവങ്ങൾ നിറയെ ആയപ്പോൾ രമേശനും രാജീവനും ഒക്കെ മുഖത്തോട് നോക്കി. ഇന്നെന്താ അമ്മ വിശേഷിച്ച്? ഒരുപാട് കറികളുണ്ടല്ലോ, രാജീവൻ ചോദിച്ചു. 4-5 ദിവസമായി കണ്ണൻ നേരെ ചൊവ്വേ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് സദ്യയാക്കി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൺമണി വെറുതെ ചിക്കിപ്പെറുക്കിയിരുന്നു. അത് കണ്ടപ്പോൾ കാശിക്ക് ദേഷ്യം വന്നു. ഇതെന്തു കഴിപ്പാണ് കണ്ണാ? കാശി കൺമണിയുടെ പാത്രം അവൻ്റെ മുന്നിലേക്ക് നീക്കി. എനിക്ക് വായിക്ക് രുചി തോന്നാഞ്ഞിട്ടാ കാശിയേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കാശി അവളുടെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്നും ചോറും കളികളും എല്ലാം കുഴച്ച് കുഞ്ഞുരുളകളാക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. രമേശനും രാധയും കണ്ണും തുറന്നത് നോക്കിയിരുന്നു. രാജീവൻ പിന്നെ പല ആവർത്തി ഇവിടെ വരുമ്പോൾ കാണുന്നത് കൊണ്ട് അവന് വലിയ പുതുമയൊന്നും തോന്നിയില്ല. രാധയ്ക്ക് ശരിക്കും സന്തോഷമായി. രമേശൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കൺമണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം നല്ലൊരു ജീവിതം കിട്ടിയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവനും സന്തോഷം തോന്നി. അത്ര ചോറും കറിയും കാശി തന്നെയാണ് കൺമണിയെ കഴിപ്പിച്ചത്. അവൾ മുഴുവനും കഴിച്ചതിന് ശേഷമാണ് കാശി കഴിക്കാൻ തുടങ്ങിയത്. ഇനി പോയി കൈ കഴുകിക്കോ. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടിയിരുന്ന് പിന്നെയും കളിതമാശകളൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് രാജീവൻ്റെയും രാധയുടെയും കണ്ണുകൾ തമ്മിലിടയും. അപ്പോഴെല്ലാം രാധ പെട്ടെന്ന് മുഖം വെട്ടിക്കും. മറ്റാരും അത് കണ്ടില്ലെങ്കിലും കാശി കൃത്യമായി അത് കണ്ടു. വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞിട്ടാണ് പോകാൻ ഇറങ്ങിയത്. രാധ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കൺമണിക്ക് വലിയ സങ്കടം തോന്നി. ഇനി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിക്കണം. അത് കണക്കാക്കി വേണം വരാൻ, കാശി രമേശനെ ഓർമ്മപ്പെടുത്തി. കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയോടുകൂടി സംസാരിച്ചിട്ട് വിശദമായി വിളിച്ചറിയിക്കണമെന്ന് കാശി കൺമണിയും രാധയോട് പറഞ്ഞു. അന്നത്തെ ദിവസം കൺമണിക്ക് വളരെ സന്തോഷമായിരുന്നു. തിരികെ പോകുമ്പോൾ മുഴുവനും രാധയ്ക്ക് രമേശനോട് പറയാനുണ്ടായിരുന്നത് കൺമണിയുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു.
ഇത്രയും നല്ലൊരു കുടുംബത്തിൽ അവൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു ഇരുവർക്കും. വീടെത്തുമ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. വന്ന നേരം മുതൽ കൺമണിയെ കാണാൻ പോയ വിശേഷം പറയുകയായിരുന്നു രാധ. ഒടുവിൽ പഠിപ്പിക്കാമെന്ന് കാശി പറഞ്ഞതെന്നൊക്കെ കേട്ടപ്പോൾ രാധയുടെ അമ്മയ്ക്കും സന്തോഷം തോന്നി. രാവിലെ കലവലയിൽ നിന്നും ബസ് ഏറിയാൽ നേരെ കൺമണിയുടെ അടുത്തെത്താമെന്നും അവിടെ നിന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് സെൻറ്ററിൽ പോകാമെന്നും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനമാക്കി. എന്തായാലും ഇന്നിൻ്റെ രാത്രി വിളിക്കാൻ നിൽക്കണ്ട, നാളെ രാവിലെ വിളിച്ച് കൺമണിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതിയെന്ന് രമേശനും പറഞ്ഞു. വൈകുന്നേരം എന്തോ ആവശ്യത്തിന് രാജീവൻ്റെ ഒപ്പമായിരുന്നു കാശി. രമേശൻ്റെയും രാധയുടെയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ്, നിനക്ക് ആ രാധയോട് എന്തോ ചെറിയ പ്രത്യേകതയുണ്ടല്ലോ രാജീവ, ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, കണ്ണും കൊണ്ടുള്ള ഡാ ഞാൻ വെറുതെ, എനിക്കങ്ങനെയൊന്നുമില്ല, നീ ആളെ വിട്, അതൊരമിട്ടാണ്. രാജീവൻ ചാടി. പൊന്നു മോനെ, നിന്റെ ഈ ചാട്ടം കാണുമ്പോൾ തന്നെ അറിയാം നിനക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെന്ന്. നിന്റെ പരവേശം കണ്ടിട്ട് ഓൺ സൈഡാണെന്നാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല, ആ കൊച്ചിനെ കാണുമ്പോൾ മനസ്സങ്ങ് തുള്ളി കളിക്കാൻ തുടങ്ങും. പക്ഷെ ആളൊരു വായില്ലാത്ത കോടാലിയാണ്. എന്തും പറയും, എന്തും ചെയ്യും എന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും വിടേണ്ട, ഒരു പാവം പെണ്ണാണ്. കണ്ണുകൊണ്ട് കഥകളി കാണിച്ചിരിക്കാതെ ആദ്യം പോയി പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറയടാ. കാശി അതും പറഞ്ഞ് വീട്ടിലേക്ക് പോയി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.